നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങളിൽ കൊറോണ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പ്രവാസികളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് കൊറോണ. വിദേശയാത്രയ്ക്ക് നിരോധനവുമായി UAE ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കൊറോണ വൈറസ് പ്രതിരോധ മുൻകരുതൽ യാത്രാവിലക്കിലേക്കും നീങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. വിദേശയാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്ന് UAE പൗരന്മാരോടും രാജ്യത്തെ താമസക്കാരോടും ആവശ്യപ്പെടുകയുണ്ടായി. ഇതിനോടകം തന്നെ അടിയന്തര സാഹചര്യങ്ങളിലല്ലാതെ ഈ സാഹചര്യത്തിൽ വിദേശത്തിലേക്ക് പോകേണ്ടതില്ലെന്നാണ് ജനങ്ങളോട് UAE ആരോഗ്യ മന്ത്രാലയം അഭ്യർത്ഥിക്കുന്നത്. യാത്ര പോകുന്നവർ തിരിച്ചെത്തുമ്പോൾ കർശന പ്രതിരോധ നടപടികൾക്ക് വിധേയരാവുകയും വേണമെന്നാണ് ആരോഗ്യ മന്ത്രാലയം പറയുന്നത്. വിമാനത്താവളത്തിലെ വിശദമായ പരിശോധനകൾക്ക് പുറമെ വൈറസ് ബാധ ഇല്ലെന്ന് ഉറപ്പാക്കും വരെ കരുതൽ പരിചരണ താമസവും വേണ്ടിവരുമെന്നാണ് പറയുന്നത്. രാജ്യത്ത് രോഗം പടരാതിരിക്കാൻ സാധ്യമായ എല്ലാ നടപടിക്രമങ്ങളും UAE സ്വീകരിച്ചു വരികയാണ്. സ്കൂളുകൾക്ക് മാർച്ച് 8 മുതൽ ഒരു മാസക്കാലം അവധിയും ഇതിനോടകം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലോകരാജ്യങ്ങളിൽ ഒന്നടങ്കം ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ് കൊറോണ വൈറസ്, അതായത് COVID-19. എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചതോടെ മലയാളികളടക്കമുള്ള പ്രവാസികളെയും കൊറോണ വൈറസ് ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. പലയിടങ്ങളിലും യാത്രകൾക്ക് നിയന്ത്രണം വന്നുകൊണ്ടിരിക്കുകയാണ്. ചില രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ പോലും വെട്ടിക്കുറച്ച സാഹചര്യവും നമുക്ക് മുന്നിലുണ്ട്. യാത്ര ചെയ്യണമെങ്കിൽ ചില രാജ്യങ്ങൾ രോഗമില്ലെന്ന സർട്ടിഫിക്കറ്റുകളും ആവശ്യപ്പെട്ടു വരികയാണ്. ഇത് പ്രവാസികളുടെ യാത്രകളെയും അവതാളത്തിലാക്കി. രാജ്യത്തേക്കുള്ള ടൂറിസ്റ്റ് വിസകൾ നിർത്തിവെക്കുകയുണ്ടായി. അതുകൂടാതെ ഗൾഫ് രാജ്യത്തിലുള്ളവർക്ക് പാസ്പോർട്ടിന് പകരം ID കാർഡ് ഉപയോഗിച്ചുള്ള സഞ്ചാര സ്വാതന്ത്ര്യം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചു വരാൻ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് പ്രവാസികൾക്കിടയിലെ പ്രധാന ആശങ്ക. അതിനിടെയാണ് യാത്ര ചെയ്യണമെങ്കിൽ രോഗമില്ലെന്ന സർട്ടിഫിക്കറ്റും കയ്യിൽ വേണമെന്ന കുവൈറ്റിന്റെ ആവശ്യപ്പെടൽ ഇപ്പോൾ ഏറെ ആശങ്കപ്പെടുത്തുന്നത്. കുവൈറ്റ് ഇപ്പോൾ മുന്നോട്ട് വച്ച ഉപാധി മറ്റു രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിക്കുമോ എന്ന ആശങ്കയിലാണ് മിക്ക പ്രവാസികളും ഇപ്പോൾ കഴിഞ്ഞു പോരുന്നത്. മാർച്ച് 8 മുതലാണ് രോഗമില്ലെന്ന സർട്ടിഫിക്കറ്റിനായി കുവൈറ്റ് വ്യവസ്ഥ വച്ചിരിക്കുന്നത്. അതത് രാജ്യത്തെ കുവൈറ്റ് എംബസികളുടെ അംഗീകൃത വൈദ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തിയ സാക്ഷ്യപത്രം വേണമെന്ന് വ്യവസ്ഥ വച്ചിട്ടുണ്ട്. നാട്ടിൽ നിന്ന് വൈറസ് ബാധയിലെന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം ലഭിക്കുന്നതിന് യാത്രക്കാർക്ക് ഏറെ കടമ്പകൾ കടക്കേണ്ടി വരും. വിസയുടെ കാലാവധി തീരാനായവരും പെട്ടെന്ന് ജോലിയിൽ പ്രവേശിക്കേണ്ടവരുമെല്ലാം പുതിയ വ്യവസ്ഥയോടെ തന്നെ ആകെ അങ്കലാപ്പിലായിരിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.